അവിട്ടം നക്ഷത്രം 2026. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം 6-ലും ശനി 2-ലും രാഹു ജന്മത്തിലും സ്ഥിതി ചെയ്യുന്ന കാലമാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കുകയില്ല. മധ്യപ്രായം കഴിഞ്ഞവർക്ക് ആരോഗ്യസ്ഥിതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സാമ്പത്തിക വിഷമതകൾ ധാരാളമായിട്ട് വരുന്നതാണ്. ബന്ധു സമാഗമമൊക്കെ വന്നുഭവിക്കാം. വസ്തു, വീട്, വാഹനം ഇവയിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗം വന്നു ചേരുന്നുണ്ട്. യാത്രാക്ലേശം സാമ്പത്തിക പരാധീനത വരുത്തുന്നതാണ്. അതുമൂലം ധാരാളം മനോദുഃഖം, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നു ചേരുന്നത് കൊണ്ട് ധാരാളം മനോദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതാണ്. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കലഹം മൂലം അന്തഛിദ്രം വന്നു ഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് രോഗാരിഷ്ടതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വസ്തുവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടാകാം. അത് കോടതി തർക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞ് സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പുതിയ പ്രവർത്തന രംഗം കണ്ടെത്തേണ്ടി വരുന്നതാണ്. സ്ഥാനഭ്രംശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിലിൽ ചിലപ്പോൾ സ്ഥാനഭ്രംശം, തൊഴിൽ നഷ്ടപ്പെടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. വാഹനാപകടങ്ങൾക്ക് യോഗമുള്ളതുകൊണ്ട് വാഹന ഉപയോഗം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. യാത്ര പുറപ്പെടുന്ന സമയത്തൊക്കെ നാമജപങ്ങളോടുകൂടിയൊക്കെ വാഹന ഉപയോഗം സ്വായത്തമാക്കാം. സുഹൃത്തുക്കളുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കലഹത്തിന് സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറ്റങ്ങളോ തൊഴിൽ തർക്കങ്ങളോ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടൽ എന്നിവയൊക്കെ അനുഭവയോഗ്യമാകുന്ന വർഷമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് 2026. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണഗണങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുന്നതും വിഘ്നേശ്വര ഭഗവാൻ ക്ഷിപ്രഗണപതി രൂപത്തിലുള്ള വിഘ്നേശ്വരന് നാരങ്ങമാല അതുപോലെ കറുകമാലയൊക്കെ അർപ്പിക്കുന്നത് നന്നായിരിക്കും.